അപ്പോൾ വെൽക്കം ടു അവർ ന്യൂ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് എങ്ങനെ ഒരു സാമ്പാർ റൈസ് ഉണ്ടാക്കുന്നതിനെ പറ്റി നോക്കാം. സാമ്പാർ റൈസിന് വേണ്ടി ആദ്യം ഞാനിവിടെ 1 കപ്പ് റോ റൈസ് സോന മസൂരിയുടെ പച്ചരിയാണ് നിങ്ങളുടെ കയ്യിൽ ഏത് പച്ചരിയാണ് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാം. 1 കപ്പ് റോ റൈസ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് റോ റൈസിന് ഒരു ഹാഫ് കപ്പ് തൂർ ദാലാണ് വേണ്ടത്. അതായത് നമ്മൾ അരി എത്ര എടുക്കുന്നോ അതിൻ്റെ പാതി പരിപ്പെടുക്കണം. 1 കപ്പ് റൈസിന് ഹാഫ് കപ്പ് തൂർ ദാൽ. അത് ഒരു 2 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് 20 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കുക. അതുപോലെ അത് വേറൊരു കാര്യം കൂടി നമുക്ക് അതേ സെയിം ടൈം ചെയ്യാം. ഒരു നെല്ലിക്ക വലിപ്പത്തോളം ഉള്ളതായ പിഴുപുളി അതും നമ്മൾ സോക്ക് ചെയ്ത് 20 മിനിറ്റ്സ് വെക്കുക. ആദ്യം നമുക്ക് ഈ 2 കാര്യങ്ങൾ ചെയ്യാം. ഇത് മിനിറ്റ്സ് സോക്ക് ചെയ്തതായ റോ റൈസും പരിപ്പുമാണ് ഇത്. അത് നമുക്ക് അതിനകത്ത് വെള്ളം മാറ്റിയിട്ട് കുക്കറിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ സോൾട്ട് ആഡ് ചെയ്തു. ഹാഫ് ടീസ്പൂണ് ടർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് കായപ്പൊടി ആസ്റ്റിഫോഡ പൗഡർ. അതിലേക്ക് ഞാൻ തിളപ്പിച്ച വെള്ളമാണ്, കാരണം കുക്കിംഗ് കുറച്ച് ഫാസ്റ്റ് ആകാൻ വേണ്ടിയാണ്. അതായത് ഈ ക്വാണ്ടിറ്റി 1 കപ്പ് ഓഫ് റൈസ് ആൻഡ് ഹാഫ് കപ്പ് ഓഫ് പരിപ്പ്, അതിന് ഏകദേശം 5 കപ്സ് ഹോട്ട് വാട്ടറാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം കുക്കറിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 to 4 വിസിൽസ് മതി. അത് കഴിഞ്ഞ് ഓഫാക്കി നോക്കുക. അതിന് ആ സമയം കൊണ്ട് നമുക്ക് ഇനി ഇതിന് വേണ്ടതായ സാമ്പാർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് നല്ലെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ജിഞ്ചറി ഓയിൽ. അത് 3 ടേബിൾ സ്പൂണ്. നമുക്ക് കോക്കനട്ട് ഓയിൽ വെച്ചും നമുക്ക് ഉപയോഗിക്കാം, ഇത് ചെയ്യാം. അതിലേക്ക് എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് ഒരു 1 ടീസ്പൂണ് കടുക് ഇടുക. കടുക് നന്നായിട്ട് പൊട്ടി വന്നു. അതിലേക്ക് ഒരു തീ ശരിക്കും ഒന്ന് കുറച്ചിട്ട്, ഞാൻ അതിങ്ങോട്ടൊന്ന് മാറ്റിയേക്കാണ്, നല്ല ചൂടുള്ളതുകൊണ്ടാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി ഇടുക. അതിലേക്ക് അത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് അതിനുള്ളിലേക്ക് ഞാനിടുന്ന വെജിറ്റബിൾ, നമ്മൾക്ക് എന്തെല്ലാം വെജിറ്റബിൾ ഉണ്ടോ അത് നമുക്ക് യൂസ് ചെയ്യാം. ഞാനൊരു 10-12 ചെറിയ ഉള്ളിയ അത് ആദ്യം വഴറ്റുക. അതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് ഇടുക. ഒരു 3-4 വെളുത്തുള്ളി, ഗാർലിക് ഇതാദ്യം വഴറ്റുക.
ഇതിലേക്ക് ഒന്ന് വഴന്ന് വന്നല്ലോ. അതിൽ ഇത് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മതി. അതിലേക്ക് ഒരു 2 പച്ചമുളക് എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളക് ഇടുക. 2 3 ആയാലും കുഴപ്പമില്ല. അല്പം കറിവേപ്പിലയും കൂടെ ഇടുക. അത് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഇതിലേക്ക് പിന്നെ ഞാൻ ഒരു 2 ടൊമാറ്റോ മീഡിയം സൈസ് എടുക്കും. ഒത്തിരി വേണ്ട, ഒന്ന് വഴലണം ഈ ടൊമാറ്റോ ഇതിലേക്കിടണം. നമുക്ക് ആവശ്യമായിട്ടുള്ള എൻ്റെ ഇവിടെ ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 വഴുതനങ്ങ കട്ട് ചെയ്ത് സോൾട്ട് വാട്ടറിനകത്ത് ഇട്ടതാണ്. അതുകൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു വഴുതനങ്ങയുടെ ഒരു കറ ഉണ്ടാവല്ലോ, അത് ആ ടേസ്റ്റ് മാറാൻ വേണ്ടിയാണ് സോൾട്ട് വാട്ടറിനകത്തേക്ക് കട്ട് ചെയ്ത് ഒരു 5 മിനിറ്റ് മതി. പിന്നെ നമ്മൾ വെച്ചതിൻ്റെ ഒരു ½ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ റൈസ് കുക്ക് ചെയ്തപ്പോൾ, റൈസും ദാലൂടെ കുക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കറിക്ക് വേണ്ടി ഞാനിപ്പോൾ ഒരു ½ ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇതിലേക്ക് ഇനിയും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ സാമ്പാർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണ് പിന്നെ സാമ്പാർ പൗഡറുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യണം. നമുക്ക് ഏത് ബ്രാൻഡ് വേണേലും അവരവരുടെ ചോയ്സ് അത് യൂസ് ചെയ്യുന്ന. ഒന്ന് ആ റോസ് സ്മെല്ലൊന്ന് മാറുക, ഇന്നലെ വരെ ഒന്ന് ഇളക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം യൂസ് ചെയ്യുക. അതായത് വെജിറ്റബിൾ വേകാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു 5 കപ്സ് ഓഫ് വാട്ടർ എടുത്തിട്ടുണ്ട്. അതും ബോയിൽ ചെയ്ത വെള്ളമാണ്. അത്ര ഉപയോഗിച്ചിട്ടില്ല, ഒരു 4 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നേരത്തെ നമ്മൾ അരി സോക്ക് ചെയ്തപ്പം പുളി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചല്ലോ, അപ്പോൾ അത് 1 കപ്പ്, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ളതായ പിഴുപുളി സോക്ക് ചെയ്ത് അതിൽ ഒരു 1 കപ്പ് അതിൻ്റെ ഇത്രയേ ഉള്ളൂ. ഇത് വേകുക. ഒരു 10-15 മിനിറ്റ്സിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. ഓക്കെ ഓക്കെ, നമുക്കൊരു മൂടി വെച്ചിത് അടച്ച് വേവിക്കാം, മീഡിയം ഫ്ലെയിമിലാണ്. നമ്മളുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ച് സാമ്പാർ എടുത്ത് മാറ്റി വെക്കുകയാണ്. അത് പിന്നെ നമ്മൾ റൈസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ അന്നേരം ആഡ് ചെയ്യാം. കാരണം റൈസും ഈ പരിപ്പും എല്ലാം കൂടെ ആഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് തിക്കാവും. കുറച്ച് ഓക്കെ, അത് ഞാനെടുത്ത് മാറ്റി വെക്കുകയാണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ബാക്കിയുള്ള സാമ്പാറിലേക്ക് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ റൈസും ദാലൂടെ കുക്ക് ചെയ്തതാണ്. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്.
ഇതൊന്ന് ജസ്റ്റ് സ്മാഷ് ചെയ്യുക. കറക്റ്റാണ് വന്നിട്ടുണ്ട്. ഇത് ഒന്ന് അത് അവരവരുടെ ഇഷ്ടമാണ്. ഒത്തിരി എന്താ പറയുന്നത് നല്ല ഇതായിട്ട് എന്താ നല്ല പേസ്റ്റ് പോലെ ഇരിക്കണമെങ്കിൽ അങ്ങനെ. ഞാനെടുത്തത് ഈ പരുവത്തിലാണ്. എന്നിട്ട് ഇത് പതുക്കെ നമ്മൾ ഈ സാമ്പാറിലേക്ക് ഇതിൻ്റെ കഷ്ണങ്ങളിലേക്ക് ആഡ് ചെയ്യുക. ഇത് നമ്മൾ എന്താ പറയുക ആക്ച്വലി കുക്ക് ചെയ്തിട്ട് ഒരു 3-4 hours കഴിഞ്ഞ് യൂസ് ചെയ്താൽ വളരെ നല്ല രുചിയായിരിക്കും. ഇനി അഥവാ ഇതിൻ്റെ ബാലൻസ് വരുവാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഉപയോഗിക്കുന്നതിന് കുറച്ച് മുമ്പ് വെളിയിൽ എടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവനകത്ത് ജസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് അവരവരുടെ ഇതനുസരിച്ച് ചൂടാക്കി കഴിക്കാം. ഇത് ഞാൻ ആഡ് ചെയ്തു. നമുക്ക് ഈ സാമ്പാറുമായിട്ട് മിക്സ് ചെയ്യാം. അതൊക്കെ അതങ്ങ് മിക്സ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് ഈ റൈസുമായിട്ടങ്ങ് നല്ല എന്താ പറയുക കട്ടിയായിട്ട് വരും പരിപ്പും കൂടെ. പിന്നെ ലാസ്റ്റിൽ നമ്മൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്യുക. ഞങ്ങൾക്കിത് കറക്റ്റാണ് ഈ ഉപ്പ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ചൂടങ്ങ് കുറുകി വരും. നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് താളിച്ചിടാം. അതെങ്ങനെയാണെന്ന് നോക്കാം. താളിക്കുന്നതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഗീ ഉണ്ടെങ്കിൽ ഗീ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെണ്ണയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിക്കുക. അതൊന്ന് ചൂടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചുമന്ന മുളകിടാം. ഞാനതൊന്നും ഇടുന്നില്ല. ജസ്റ്റ് ഇതിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണ് കാഷ്യൂനട്ട് ഇടുന്നുണ്ട്. പിന്നെ നമ്മളുടെ പൊട്ടുകടലയില്ലേ, റോസ്റ്റഡ് കടലപ്പരിപ്പ് അത് വേണേ ഇടാം. പിന്നെ കിസ്മിസ് വേണേലിടാം. ഞാൻ അതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആകണം. മുളക് മുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഇതും വേണമെന്ന് നിർബന്ധമില്ല, താളിച്ചിടണമെന്ന് നിർബന്ധമില്ല. പിന്നെ കുറച്ചുകൂടി ഒരു നെയ്യുടെ ടേസ്റ്റൊക്കെ കിട്ടും. അത് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ ജസ്റ്റ് മല്ലിയില തൂകി എടുത്താലും മതി. ഞാനിതിലേക്ക് ഒഴിച്ചു. നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം, അതല്ല നമുക്ക് തണുത്തിട്ട് കുറച്ച് തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് യൂസ് ചെയ്യാം. നോക്കട്ടെ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇനി എന്തെങ്കിലും വേണോ എന്ന് തോന്നുന്നു നോക്കട്ടെ.
കറക്റ്റാണ് ഞങ്ങൾക്ക് ഉപ്പും എരിയെല്ലാം. ഓക്കെ, ഇനി ഞാനിത് അസംബിൾ ചെയ്യാൻ നേരം എങ്ങനെയാണ് സിമ്പിൾ. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഓവർ ഉണ്ടെങ്കിൽ ഈവൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ യൂസ് ചെയ്യാം. വളരെ എളുപ്പമാണ്, ഒരു 1 ഡിഷ് പോട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നേരത്തെ കുറച്ച് സാമ്പാറിൻ്റെ ആ കറി എടുത്ത് വെച്ചിരുന്നല്ലോ, അത് ഞാൻ ഇപ്പോൾ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. കാരണം ഒരു 2-3 hours കഴിഞ്ഞ്, കാരണം അവനോ എത്ര കൺസിസ്റ്റൻസി വേണം അതനുസരിച്ചാണ് നമ്മളത് ഒഴിക്കുന്നത്. അപ്പം ഞാൻ ബാക്കി ഇരുന്ന് സാമ്പാറോട് ഒഴിച്ചപ്പോൾ അതിൻ്റെ കണ്ടില്ലേ ഈ പരുവത്തിലായി. എന്നിട്ട് നമുക്ക് ഇത് പിക്കിളിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ നമുക്ക് കഴിക്കാം. നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തരുമല്ലോ.